ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളത്തിന്റെ സാഹചര്യങ്ങളും മികവും വെളിവാക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി പി രാജീവ്. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പവലിയൻ നമ്മുടെ വി ആർ ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്, ഇതായിരുന്നു നമ്മുടെ മോട്ടോ. നമുക്ക് ബിസിനസിന്റെ ആ പ്രകൃതിയെ, സ്വഭാവത്തെ നമ്മൾ മാറ്റുകയാണ്, ഒരു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നിലേക്ക് മാറ്റുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഏകദേശം 55ലധികം 1-to-1 മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കമ്പനികളായിരുന്നു. നല്ല താല്പര്യം അവരെല്ലാവരും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. MOU സൈനിങ് എന്നുള്ളത് നമ്മളും തമിഴ്നാടും ആ രീതി എടുത്തിരുന്നില്ല. കാരണം MOU സൈനിങ്ങിന്റെ ഒരു പൊതുചിത്രം നമ്മുടെ എല്ലാവരും മുൻപിലുള്ളതുകൊണ്ട് നിങ്ങൾ പിന്നെ അതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കുക. പക്ഷെ നമ്മുടെ അനുഭവം പിന്നീട് നിങ്ങളാരും പരിശോധിക്കാറില്ല രാജ്യത്തുള്ളതെന്നുള്ളതുകൊണ്ടാണ് ആ ചോദ്യം തുടർച്ചയായിട്ട് വരുന്നത്. നിക്ഷേപ സമൂഹത്തിൽ വളരെ മതിപ്പുണ്ടാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു. ഫോറം പ്രഖ്യാപിച്ച 13 ക്ലസ്റ്ററുകളിൽ ആദ്യത്തേത് കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ഇന്ത്യ ക്ലസ്റ്ററാണെന്നും പി രാജീവ് അറിയിച്ചു.